നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹത്തോടെ ഞാൻ കർത്താവിൻ്റെ കൃപയും കാരുണ്യവും ആശംസിക്കുന്നു. ഈ നാളുകളിൽ നാം ഒരുമിച്ച് സഭയുടെ നവീകരണത്തിനും അനേകരെ ജോയൽ പ്രവാചകൻ സംസാരിച്ചിട്ടുള്ളതുപോലെ, അഥവാ ജോയൽ പ്രവാചകനോട് ദൈവം അരുളി ചെയ്തിട്ടുള്ളതുപോലെ, അനേകം പേർ സഭയിൽ ക്രിസ്തുവിൻ്റെ മഹത്വത്തിനു വേണ്ടി ഉയർന്നു വരേണ്ടിയത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണ്. ഈ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഓഷ്യൻ സ്റ്റാർ മിനിസ്ട്രീസ് ലോകമെമ്പാടുമുള്ള സഹോദരങ്ങൾ ഒന്നിച്ചു ചേർന്ന് സഭയിൽ ഒരു 2 മണിക്കൂർ സമയം ആരാധിക്കാൻ വേണ്ടി, ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്താൻ വേണ്ടി ചിന്തിക്കുന്നത്. നമ്മൾ എവിടെ ആയിരിക്കുന്നോ അതേ സാഹചര്യത്തിൽ, ഏത് മാനസികാവസ്ഥയിലായിരിക്കുന്നോ, ഏത് സമർപ്പണ തലത്തിലായിരിക്കുന്നോ, എന്ത് സാഹചര്യത്തിലാണെങ്കിലും പ്രിയപ്പെട്ടവരെ, നമ്മളായിരിക്കുന്ന സ്ഥലത്ത് ദൈവം ഇറങ്ങി വരികയും നമ്മളെ വീണ്ടെടുക്കുകയും ചെയ്യും. തീർച്ചയായും കർത്താവിൻ്റെ കാരുണ്യം നമ്മെ മുമ്പോട്ടേക്ക് നയിക്കും എന്നുള്ളതിൽ 100% നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. എന്തെന്നാൽ തന്നെ സ്നേഹിക്കുന്നവർ തന്നെപ്പോലെ ആകണമെന്നുള്ള അവിടുത്തെ ഹൃദയത്തിൽ നിന്നാണ് മനുഷ്യന് അവിടുന്ന് 2 കാര്യങ്ങൾ നൽകിയിട്ടുള്ളത്. 1 സ്വാതന്ത്ര്യം, 2 അടിസ്ഥാനപരമായി തീരുമാനമെടുക്കാനുള്ള കഴിവ്. സ്വതന്ത്രമായി തീരുമാനമെടുക്കാനുള്ള ഒരു കഴിവ്. ഏത് പാപിക്കും എത്രമാത്രം അധപതിച്ചുവെന്ന് ലോകം കരുതുന്ന ഒരു മനുഷ്യന് പോലും ഏത് സാഹചര്യത്തിലാണെങ്കിലും അവൻ്റെ തീരുമാനം മറ്റാരുടെയും ഇൻഫ്ലുവൻസ് ഇല്ലാതെ ഇൻഡിപെൻഡൻ്റായി എടുക്കാൻ ദൈവം അവന് കഴിവ് കൊടുക്കുന്നുണ്ട്. അവൻ്റെ സ്വാതന്ത്ര്യത്തെ ദൈവം അത്രമാത്രം വിലമതിക്കുന്നുണ്ട്. ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും ശാസ്ത്രീയവും ഒരിക്കലും മാറ്റമില്ലാത്തതുമായ ഒരു തെളിവാണത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ തെളിവ് തന്നെ ഒരു ഉദാഹരണമായി എടുക്കാം. നമ്മൾ എത്രമാത്രം മോശമായിരുന്നാലും, നമ്മൾ എത്രമാത്രം ഉന്നതരായിരുന്നാലും, ദൈവം നമ്മളെ വിളിക്കുന്നത് തൻ്റെ മഹത്വത്തിൽ പങ്കാളികളാകാൻ വേണ്ടിയിട്ടാണ്. ഈ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയുടെ 2ാം വരവിന് സഭയെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓഷ്യൻ സ്റ്റാർ മിനിസ്ട്രീസ് ഓഗസ്റ്റ് 15 3 മുതൽ 5 വരെയുള്ള സമയത്ത് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോഹണ തിരുനാളിൽ നമ്മൾ ആരാധനയ്ക്കും ഒക്കെയായിട്ട് ഒരുമിച്ച് കൂടുന്നത്. ഓഗസ്റ്റ് 15-ാം തീയതി 3 മുതൽ 5 വരെയുള്ള 2 മണിക്കൂർ സമയം ഓൺലൈനായിട്ട് ഒരുമിച്ച് കൂടുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും നിങ്ങൾക്ക് സാധുവായ ലളിതമായ രീതിയിൽ നിങ്ങളുടെ മുറിയിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. തീർച്ചയായും അങ്ങനെ ദൈവത്തെ ആരാധിക്കുന്നത് വഴി, പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ഇസ്രായേൽ ജനത്തോട് ദൈവം പറയുന്നുണ്ട്, നിങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ട്, ഇപ്പോഴായിരിക്കുന്ന സ്ഥലത്ത് നിന്ന് പുറപ്പെട്ട് മരുഭൂമിയിൽ വന്ന് എന്നെ ആരാധിക്കണം. അങ്ങനെ ഞാനായിരിക്കുന്ന മഹത്വത്തിൽ തീർച്ചയായും നിങ്ങളെൻ്റെ പങ്കാളികളാകണം എന്നാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്. ഈ കാലമത്രയും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ കൗദാശിക ജീവിതത്തിലൂടെ നാം അതിലേക്കാണ് ലക്ഷ്യം വെക്കുന്നത്. ഇപ്പോഴാകട്ടെ അതിന് ഏറ്റവും അത്യാവശ്യമുള്ള സാഹചര്യങ്ങളിലൂടെയാണ് നാം മുൻപോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യങ്ങളെയും കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങളെയും പരിഗണിച്ചുകൊണ്ടാണ് നാം ഈ ഒരു ശുശ്രൂഷയിൽ ഒരുമിച്ച് കൂടുന്നത്. അതുകൊണ്ട് നമ്മളെത്ര തിരക്കുള്ളവരാണെങ്കിലും, എത്രമാത്രം മാനസികമായി പിരിമുറുക്കം അനുഭവിക്കുന്നവരാണെങ്കിലും, എത്രമാത്രം അസ്വസ്ഥത അനുഭവിക്കുന്നവരാണെങ്കിലും, വിശ്വാസത്തിലായിക്കോട്ടെ, ആധ്യാത്മികതയിലായിക്കോട്ടെ, മറ്റെന്ത് കാര്യങ്ങളിൽ ഞെരുങ്ങിയാലും പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. അങ്ങനെ കർത്താവിനെ ആരാധിക്കുകയും അവിടുത്തെ മഹത്വം വെളിപ്പെട്ട് നമ്മെ അവിടുത്തെ പോലെ തന്നെ അവിടുന്ന് ആക്കി തീർക്കട്ടെ. അങ്ങനെ അവിടുന്ന് പൂർണ്ണ വിധത്തിൽ നമ്മുടെ ദൈവവും നമ്മൾ അവിടുത്തെ ജനവുമായി തീരട്ടെ. ഈ മാസം 15-ാം തീയതി നാം ഒരുമിച്ച് കൂടുന്ന ഓൺലൈനായിട്ടുള്ള ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും വളരെ സ്നേഹത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാൻ റോബിൻ ഡാനിയേൽ, ഓഷ്യൻ സ്റ്റാർ മിനിസ്ട്രിയിൽ നിന്ന്.